അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം തുടരെ അവരുടെ വിശ്വാസങ്ങൾ എടുത്തു പഠിപ്പിച്ച് നൽകുന്നുണ്ട്. സൂറത്തു സുമറിൽ അവരുടെ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നു, സൂറത്തു അൻകബൂത്തിൽ അവരുടെ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ പഠിപ്പിച്ചു തന്നത് ഇന്ന് അതുമായി മുട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സമുദായത്തിൽ അവരുടെ വിശ്വാസവുമായി കോർത്ത് ചേർത്ത് വരുന്നു എന്നത് വളരെ അത്ഭുതകരമായ ഒരു വിഷയമാണ്. പ്രവാചകൻ ആരോടാണോ എതിർത്ത് നിന്നത്, ആ എതിർ കക്ഷികളോട് സമമാകുന്ന രൂപത്തിൽ ഇന്നത്തെ ആളുകളുടെ വിശ്വാസങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് യോജിച്ചു വരുന്നു എന്നത്. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിശ്വാസം പറഞ്ഞപ്പോൾ അവർ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, അള്ളാഹു അല്ലാത്ത ആളുകളെ സുജൂദ് ചെയ്യുന്നവരാണ്. ആ ആളുകൾ, അത്തരം ശിർക്കൻ വിശ്വാസമുള്ള ആളുകൾ കടലിൽ ചെന്ന് അങ്ങനെ കപ്പൽ യാത്ര നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് വലിയ തിരമാലകൾ, അവരെ വിഴുങ്ങുന്ന രൂപത്തിൽ തിരമാലകൾ വന്നപ്പോൾ അവർ വിളിച്ചു പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻകബൂത്തിൻ്റെ 65-ാമത്തെ വചനത്തിൽ ആ വിഷയം പ്രസ്താവിക്കുന്നത് കാണാൻ സാധിക്കും. ഫഇദാ റക്കിബു ഫിൽ ഫുൽക്കി, അവർ കപ്പലിൽ യാത്ര ചെയ്ത സമയത്ത്, കപ്പലിൽ കയറി യാത്ര ചെയ്തു, അങ്ങനെ വലിയ തിരമാലകൾ വന്ന സമയത്ത് അവർ വിളിച്ചു പ്രാർത്ഥിച്ചത് മറ്റൊരാളും ഇനി രക്ഷിക്കാനില്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് അവർ പ്രാർത്ഥിച്ചത് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രമായി കൊണ്ട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഫലമ്മാ നജ്ജാഹും ഇലൽ ബദ്ദി ഇദാഹും യുശ്രികൂൻ, അവരെ കരയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ശിർക്ക് ചെയ്യുന്നു, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു എന്ന് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ എടുത്തു പറയുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ശിർക്കിലേക്കാണ് ഇന്ന് നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനി കടപ്പുറത്ത് കരയടിയാൻ കഴിയാത്ത രൂപത്തിൽ, കര കാണാൻ അറിയാത്ത, കര ഏതാണ്, ഏത് വഴിക്കാണ് പോകേണ്ടത് എന്ന് അറിയാത്ത രൂപത്തിൽ കടലിനുള്ളിൽ പെട്ടപ്പോൾ മമ്പുറത്തെത്തങ്ങളെ വിളിച്ചു. അപ്പോൾ മമ്പുറത്തെത്തങ്ങൾ ഉത്തരം നൽകുകയും ആ പൊന്നാനിയിലെ ആളുകൾ ചൂട്ട് കത്തിച്ച് കാണിക്കുകയും അങ്ങനെ കടലിൽ അകപ്പെട്ട ആളുകൾ കരയിലേക്ക് അടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാർ പറയുന്ന വാചകങ്ങൾ നമുക്ക് ശ്രവിക്കാം. നീലത്തിനും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവാർ. മഹാനായ മമ്പുറത്തങ്ങളെ വിളിക്കുന്നു. താനൂര് പരിസരത്ത് നിന്ന് കടൽക്കരയിലെ കടയാൽ വരുന്ന പാവങ്ങൾ എവിടെയാണ് കര അറിയാതെ വരുമ്പോൾ വിളിക്കുന്നു മമ്പുറത്തങ്ങളെ. അതിൽ മുസ്ലിമുമുണ്ട്, അമുസ്ലിമുമുണ്ട്. മഹാനായ മമ്പുറം തങ്ങളത് കേൾക്കുന്നു. കാറു കാടലിന്നു കാപ്പ് കാരരും വീഴത്തെ കാട്ടെടുത്തെങ്ങിന്റെ ഫൗക്കിൽ ചൂട്ടടണ്ടെടുത്തേ. മക്കളെ, ചൂട്ട് നിങ്ങൾ തെങ്ങിൽ മുകൾ കയറി ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കണം. കടലിൽ ഒരുപാട് പാവങ്ങൾ കര കാണാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ട്. കത്തിച്ച് കാണിച്ചു കൊടുത്തു, കരയിലേക്ക് വന്നണഞ്ഞു. മമ്പുറത്തപ്പാപ്പയുടെ മഹാനായ ഖുതുബുസ്സമാൻ തങ്ങളുടെ ഹദറത്തിലേക്ക് ആ പാവപ്പെട്ട മനുഷ്യ മക്കൾ വരുന്നു. കേട്ടില്ലേ സഹോദരങ്ങളെ? വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം ചൊല്ലും നാം എന്നോവർ എന്നു പറഞ്ഞ് മുഹീദ്ദീൻ മാലയിലെ ശിർക്കൻ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അതൊരു പ്രമാണമാക്കിക്കൊണ്ട് മമ്പുറത്തെത്തങ്ങൾ എവിടെയോ നിന്ന്, പൊന്നാനിയിൽ നിന്ന് വിളിച്ച ആ വിളി മമ്പുറത്തെത്തങ്ങൾ ഖബറിനുള്ളിൽ നിന്ന് കേട്ടു എന്ന് പറയുകയും അതിന് ഉത്തരം നൽകിയെന്ന് പറയുകയും അബൗദികമായ മാർഗത്തിൽ അവരെ സഹായിക്കുകയും ചെയ്തു എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി നമ്മെ സഹായിക്കുവാനും നമുക്ക് ഗുണവും ദോഷവും വരുത്തുവാനും അത് അള്ളാഹുവിനു മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന
തൗഹീദിൽ നിന്ന് പിഴച്ചുപോയവരാണ് ഇക്കൂട്ടർ. ആ വാചകങ്ങളിലൂടെ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അതിൽ മുസ്ലിങ്ങളുമുണ്ട് അമുസ്ലിമീങ്ങളുമുണ്ട് എന്നാണ്. മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചു, അമുസ്ലിങ്ങളും പ്രാർത്ഥിച്ചു. അപ്പോൾ അത് മമ്പുറത്തെ തങ്ങൾ കേൾക്കുകയും സ്വീകരിക്കുകയും അവർക്ക് ഉത്തരം നൽകുകയും ചെയ്തു എന്നാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. അതാണല്ലോ നമ്മൾ 5 നേരവും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി 17 തവണ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല നമ്മൾ നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ സക്കാത്ത്, എൻ്റെ ബലികർമ്മം, അങ്ങനെ എല്ലാം, എൻ്റെ ജീവിതവും എൻ്റെ മരണവും അതെല്ലാം റബ്ബിന് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിൻ്റെ കഴിവ് ഒരാൾക്കുമില്ല. അഭൗതികമായ രൂപത്തിൽ കേൾക്കുവാനോ കാണുവാനോ സഹായിക്കുവാനോ ഉപദ്രവങ്ങൾ വരുത്തുവാനോ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന അടിസ്ഥാനപരമായ വിശ്വാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിലൂടെ ഇത്തരം ശിർക്കൻ പ്രചരണങ്ങൾ അത് അവസാനിപ്പിക്കുവാനും ഇത്തരം ശിർക്കിൻ്റെ വലയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശിർക്കിനെ, സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും ശിർക്കിനെയും അസത്യത്തെയും അത് കൃത്യമായി മനസ്സിലാക്കി ഷിർക്കിൽ നിന്നുള്ള ഒരു മുക്തമായ ജീവിതം, തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.